നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എജ്യൂടെക്. PSC 2024 റീസെന്റ് ആയിട്ട് നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. 50-ലധികം മലയാളം ചോദ്യങ്ങൾ റീസെന്റ് ആയിട്ട് നടത്തിയ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ച 50-ലധികം മലയാളം ക്വസ്റ്റ്യൻസ് ഈ ഒറ്റൊരു ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് മുതലായ വിഷയങ്ങളിൽ മാർക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ 2024 നടന്ന കന്നഡ ആൻഡ് മലയാളം നോയിങ് ക്ലർക്ക് പരീക്ഷയുടേതാണ്. ഈ പരീക്ഷ നടന്നത് റീസെന്റ് ആയിട്ടാണ്. ജൂലൈ മാസം 25 നടന്ന പരീക്ഷയാണ്. ഈ ചോദ്യ പേപ്പറിൽ 20 ഇംഗ്ലീഷും 20 മലയാളവും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പർ തന്നെ 20 മലയാളം അവിടെ കവർ ആവുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം: ചുവടെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്ന് അർത്ഥം വരുന്ന പദം ഏത്? മറ്റൊരാളിൽ കാണപ്പെടാത്തത് അന്യാദൃശ്യം. അന്യാദൃശ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും ശരിയല്ല. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഒരു വാക്യവും ശരിയല്ല, തെറ്റാണ്. വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. സ്വയം ഹത്യ ചെയ്യുന്നതിനെയാണല്ലോ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പം സ്വയം ആത്മഹത്യ, അവിടെ ഡബിളിംഗ് വരുന്നുണ്ട്. സ്വയവും ആത്മ രണ്ടും സെയിം മീനിങ് ഉള്ള വാക്കാണ്. ഇനി കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. അപേക്ഷിച്ച് താരതമ്യേന രണ്ടും കമ്പാരിസൺ അല്ലേ, 2 വാക്കും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാഹന അപകടത്തിൽ ഏകദേശം 10ഓളം പേർ. ഏകദേശം ഓളം രണ്ടും സെയിം മീനിങ് ഉള്ള വാക്കാണ്. അതും ഒരുമിച്ച് യൂസ് ചെയ്തു, അതിന്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി. ഇവിടെ കാണാനും പരാതി നൽകാനും അല്ലെങ്കിൽ കാണുന്നതിനും പരാതി നൽകുന്നതിനും ഒരുപോലെ വരണം. അപ്പൊ ഈ 4 വാക്യവും തെറ്റാണ്. അടുത്ത ചോദ്യം: ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ തന്നിരിക്കുന്നതിൽ ഘടകവിരുദ്ധം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പദം. ഘടകവിരുദ്ധം. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താണ്? അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. തിരനോട്ടം എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്താ? അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. മൃത്തിക എന്തിന്റെ പര്യായമാണ്? മൃത്തിക എന്നാൽ മണ്ണാണ്. മണ്ണ്. മൃത്തിക എന്നാൽ മണ്ണ്. നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചതാണ്. നൈതികം നീതിയെ സംബന്ധിച്ചത്. എരി അധികം തീ ചേർത്തെഴുതിയാൽ എങ്ങനെയാണ്? എരിതി. എരിതിയാണ്. ഇവിടെ ഇരട്ടിപ്പോ ഒന്നും വന്നിട്ടില്ല. ലോബോ ലോപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുമിച്ച് എഴുതിയാൽ മതി. എരിതി. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നാൽ ഉടനടി നടക്കാനിടയുള്ള കാര്യം. ഉടനടി നടക്കാനിടയുള്ള കാര്യം. അടുത്ത ചോദ്യം: ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം ശരിയാണ്. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം ശരിയാണ്. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ശരിയാണ്. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ ഒറ്റപ്പദങ്ങളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏത്? ഇവിടെ ജഡിലം എന്നതാണ് കറക്റ്റ്. ജഡിലം. ജഡിലം. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇരുമ്പിന്റെ പര്യായം ആയസം ആണ്. ആയസം ഇരുമ്പ്. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം ആണ് ശരി. 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു. ഇത് രണ്ടും ശരിയാണ്. ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. ഒറ്റൊരു വ്യക്തിയേ ഉള്ളൂ, പക്ഷെ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഇരട്ടിപ്പ് പോലെ, അതായത് ബഹുവചനം പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പൂജക ബഹുവചനം. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നുമില്ല. ഈ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. അപ്പോൾ 1, 2, 3 എന്നിവ തെറ്റ്. ശരിയായ പദം ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പദം ആദരാഞ്ജലികൾ ആണ്. ഓപ്ഷൻ ബി ആദരാഞ്ജലികൾ. കടബാധ്യത വിഗ്രഹിച്ചാൽ എങ്ങനെയാണ്? സ്പ്ലിറ്റ് ചെയ്താൽ കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത. കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ അല്ലെങ്കിൽ വിഗ്രഹിച്ചാൽ എങ്ങനെ എഴുതാം?
കരം, ചരണം മുതലായവ. കരം, ചരണം മുതലായവ. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ ആണ് നിരാമയൻ, ദുഃഖമില്ലാത്തവൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത്? തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് വാഗ്ദേവതയാണ്. വാക്ക് കായാണ് വരേണ്ടത്, ഗായല്ല. കാ ചന്ദ്രകലയാണ് വരേണ്ടത്. വാഗ് അധികം ദേവതയാണ് വാഗ്ദേവത. ബാക്കിയെല്ലാം ശരിയാണ്. കണ്ടു പിരിച്ചെഴുതുന്നത് കൺ അധികം തു, അവൻ ആ അധികം അൻ, പ്രത്യക്ഷം പ്രതി അധികം അക്ഷം. ഇതൊക്കെ ഒന്ന് നോക്കിയിരിക്കുക, അവനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 20 മലയാളം ചോദ്യങ്ങൾ. അടുത്ത ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പർ LDC തിരുവനന്തപുരം ജൂലൈ മാസം 27-ാം തീയതി നടന്ന പരീക്ഷയാണ്. ആദ്യത്തെ ചോദ്യം, അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അനപത്യൻ എന്നാൽ സന്തതി ഇല്ലാത്തവൻ, സന്തതി ഇല്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ശരിയായ പദം കവയിത്രിയാണ്, കവയിത്രി. ഐകമത്യം എന്നാണ് എഴുതാനുള്ളത്. സമ്രാട്ട്, സാമ്രാട്ടല്ല സമ്രാട്ട്. ബിംമിഷ്ടമല്ല ബിമ്മിട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? സലിംഗ ബഹുവചനം പുരുഷന്മാർ, അതായത് പുരുഷജാതി അല്ലെങ്കിൽ സ്ത്രീജാതി അല്ലെങ്കിൽ നപുംസകം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് സലിംഗ ബഹുവചനം. തിരിച്ചറിയാൻ പറ്റാത്തത്, ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്തത് അലിംഗ ബഹുവചനമാണ്. അതിന് ഉദാഹരണം അധ്യാപകർ, മിടുക്കർ എന്നതാണ്. അതിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റത്തില്ല. ശൂദ്രർ എന്നാൽ പൂജക ബഹുവചനമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണവർണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പുട്ട് ഔട്ട് അണയ്ക്കുക. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, അവൻ വിളക്കണച്ചു. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ദ്രൗണി ഒറ്റപ്പദമാണ്, അശ്വത്ഥാമാവാണ്, അശ്വത്ഥാമാവാണ് ദ്രൗണി. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെയാണ്? ചിന്മുദ്ര, ചിത് അധികം മുദ്രയാണ് ചിന്മുദ്ര, ചിത് അധികം മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരള പാണിനി AR രാജരാജവർമ്മയാണ്, AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? ഇവിടെ അക്ഷരത്തെറ്റുള്ളത് വിശ്വസ്തൻ ആണ്, ഘ അല്ല, ഇവിടെ തായാണ് വരേണ്ടത്. ബാക്കിയെല്ലാം ശരിയാണ്. വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ. ഓക്കെ, ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 10 മലയാളം ചോദ്യങ്ങൾ. അടുത്ത ചോദ്യപേപ്പർ എടുക്കാം. അടുത്ത ചോദ്യപേപ്പർ ജൂലൈ മാസം 30-ന് 2024 ജൂലൈ മാസം 30-ന് നടന്ന ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ച 10 മലയാളം ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം പിരിച്ചെഴുതുക. വെൺതിങ്കൾ, വെൾ അധികം തിങ്കൾ, വെൺതിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധി വിണ്ടലമാണ്, ആദേശസന്ധി വിണ്ടലം, വിൺ അധികം തലം, വിണ്ടലം, ആദേശസന്ധി. തദ്ദിതത്തിന് ഉദാഹരണം. തദ്ദിതം വെണ്മയാണ്, വെണ്മ, വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ, അഗ്രജൻ ഓപ്പോസിറ്റ് അവരജനാണ്, അവരജൻ. ജലത്തിന്റെ പര്യായ പദമല്ലാത്തത്, ജലത്തിന്റെ പര്യായമല്ലാത്തത് നളിനമാണ്. അമൃതം, വാരി, സലിലം, ഇത് മൂന്നും ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്ത്? ആനച്ചന്തം ആകപ്പാടെയുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഇവിടെ ചൂടാമണി എന്നെങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ A ആണ് ഉത്തരം, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ, ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? കവയിത്രിയാണ് സ്ത്രീലിംഗ പദം. അപ്പൊ അത് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്, അതുപോലെ സ്ത്രീലിംഗം പുല്ലിംഗത്തിലും ഒക്കെ ചോദിക്കാറുണ്ട്. കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും ഒറ്റപ്പദമാക്കുമ്പോൾ പ്രതിവർഷം, പ്രതിവർഷം. ഇത്രയാണ് ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് ചോദിച്ച 10 മലയാളം ചോദ്യങ്ങൾ. അടുത്ത ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പർ റീസെന്റ് ആയിട്ട് ഓഗസ്റ്റ് മാസം 6-ാം തീയതി നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? കവയിത്രി. കണ്ടോ, 3 ചോദ്യപേപ്പറിൽ ഇപ്പോൾ കവയിത്രി വന്നിട്ടുണ്ട്. അപ്പൊ കവയിത്രി നിങ്ങൾ മസ്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ശരിയായ പദം കവയിത്രിയാണ്, കവയിത്രി, കവയിത്രി.
ശരിയായ വാക്യം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദമായി ശരിയാണ്, ഹാർദവമായി അല്ല, ഹാർദമായി. ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. സദാ എപ്പോഴും രണ്ടും സെയിം മീനിങ് വരുന്നതാണ്. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. അമ്മയോ അച്ഛനോ ആണ്. അമ്മയോ അച്ഛനോ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള മീനിങ് അല്ലേ. അപ്പൊ വീണ്ടും അല്ലെങ്കിൽ ആവശ്യമുണ്ടോ? മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും. ഒഴിച്ചുകൂടാനാകാത്തതിനെയാണ് അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും സെയിം മീനിങ് അല്ലേ. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. ഓപ്ഷൻ ഡി മാത്രമാണ് കറക്റ്റ്. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. മലയാള പരിഭാഷ എന്താണ്? നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. പ്രിഫർ കഴിഞ്ഞ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. നിഷയ്ക്ക് ചായയേക്കാൾ എന്താ ഇഷ്ടം? കോഫിയാണ് ഇഷ്ടം. ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. ഒറ്റപ്പദം എഴുതുമ്പോൾ പ്രാംശു ആണ്, പ്രാംശു. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏത്? അഗ്നിയുടെ പര്യായമല്ലാത്തത് അഗ്രിമൻ ആണ്. അനലൻ തീയാണ്, അഗ്നിയാണ്. വൈശ്വാനരൻ അഗ്നിയാണ്. ശിഖി എന്നാലും അഗ്നിയാണ്. ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീതം എഴുതുക. തിക്തം, അത് കഴിഞ്ഞൊരു എക്സാമിന് തിക്തം ചോദിച്ചു. മധുരം, മധുരമാണ് ഓപ്പോസിറ്റ്. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉപ്പും ചോറും തിന്നുക എന്നാൽ ആശ്രിതനായി കഴിയുക. ഉപ്പും ചോറും തിന്ന് വളർന്നവനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആശ്രിതനായിട്ട് കഴിഞ്ഞവനാണ് എന്നതാണ് മീനിങ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, ന്യൂനം. ഇതിന്റെ രണ്ടിനും മീനിങ് എന്താ? ന്യൂനം എന്നാൽ കുറവ്, ന്യൂനം എന്നാൽ നിശ്ചയം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. സ്നുഷയുടെ പുല്ലിംഗ ശബ്ദം എന്താണ്? ജാമാതാവാണ്, ജാമാതാവ്. അതായത് മകളുടെ ഭർത്താവിനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത്. മകന്റെ ഭാര്യയാണ് സ്നുഷ. അടുത്ത ചോദ്യം, വാക്യം ചേർത്ത് എഴുതുക. ഇവിടെ 2 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇത് രണ്ടും എങ്ങനെയാ ചേർത്ത് എഴുതുന്നത്? ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. എങ്കിലും ചേർത്താണ് ഈ 2 സെന്റൻസിനെ എന്ത് ചെയ്തത്? ഒരുമിച്ച് ആക്കിയത്. ഓക്കെ, അപ്പൊ 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. 2024 റീസെന്റ് ആയിട്ട് ചോദിച്ച ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.